സോ എല്ലാവർക്കും ഗ്രോസിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. പുതിയ അക്കൗണ്ടൊക്കെ തുടങ്ങി. മറ്റേ അക്കൗണ്ട് ഞാൻ ലോഗിൻ ചെയ്തിട്ടില്ല. ഓക്കെ, വീണ്ടും ഞാൻ മിനിമറ്റ് ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ഇൻവിസിബിൾ കസ്റ്റമേ ഇല്ല. കസ്റ്റമർ എനിക്ക് കാണാൻ പറ്റില്ല. കസ്റ്റമർ ഉണ്ട്, പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു ഗെയിം പ്ലേ ചെയ്യാൻ പോവാണ്. ഒന്നൊരു ചലഞ്ചായിട്ട് വന്നിരിക്കുന്നത്. കൂടുതലൊന്നും പറഞ്ഞു വരപ്പിക്കാതെ നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം. കെറ്റക്കോമ്പസ് മാപ്പിലാണ് നമ്മൾ കളിക്കുന്നത്. ഓക്കെ, MP5 എടുക്കാൻ നോക്കുകയാണ്. സ്വിച്ചൊന്നും കാണാനില്ല. പിന്നെ അവിടെ അടുത്ത് നെറ്റ് പോയി നിൽക്കുന്നുണ്ട്. എന്തായാലും അവനെ അടിച്ച് കൊന്നിട്ട് എന്നിട്ട് എടുക്കാം. കാരണം അല്ലെങ്കിൽ പിന്നെ പോയാലോ. ഓക്കെ, അവനടിച്ച് വന്നിട്ടുണ്ട്. MP5 എടുക്കാം. ഓക്കെ, MP5 സ്വിച്ച് എവിടെ മാറ്റണ സ്വിച്ച് ചെയ്താൽ മനസ്സിലാവണില്ല. സ്കോപ്പിലേക്ക് പോയിട്ടാണ് അമർത്തുന്നത്. ഓക്കെ, അവൻ്റെ കില്ലിട്ടീൻ്റെ ഒക്കെ അടുത്ത് ഫ്ലെയിം തോവർ വെച്ചിട്ടുണ്ട്. ഗൈസ്, എനിക്ക് കയറി അടിക്കുമ്പോഴത്തേനും ഫ്ലെയിം തോവർ വെച്ച് അടിച്ച് കൊന്നിട്ടുണ്ട്. എന്തായാലും ഒരു കില്ലെടുത്തിട്ടുണ്ട്. എവിടെ സ്പോണോ? ഓക്കെ, ഈ സൈഡിൽ സ്പോണായിട്ടുണ്ട്. സ്പാസ് ഉണ്ടാണാവോ നോക്കാം. ഓക്കെ, സ്പാസ് ഇല്ല. അവിടെ ഫ്ലെയിം തോവറാണ് ഇരിക്കുന്നത്. ഓക്കെ, ഫ്ലെയിം തോവർ എടുത്ത് കളിക്കാം. ഓക്കെ ഓക്കെ, ഗണ്ണ് മാറ്റി. ഓക്കെ, പെട്ടെന്ന് തന്നെ മാറ്റി. മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഓക്കെ, പ്ലെയർ വരുന്നുണ്ട്. അവൻ അടിച്ചത്. ഓക്കെ, നമ്മുടെ അമ്പാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കേട്ടോ. അതിൻ്റെ ആവശ്യത്തെ അതിൻ്റെ ഒപ്പം ഞാൻ തന്നെ സൂസൈഡ് ആവുകയും ചെയ്തു. അവനെ ഫ്ലെയിം ത്രോയിട്ട് കൊല്ലുകയും ചെയ്ത്. അതുപോലെ തന്നെ ഞാൻ ചാവുകയും ചെയ്തു. അമ്പാൻ്റെ ക്യാരക്ടറൊക്കെ ആയിട്ടാണ് കസ്റ്റം ചെയ്തിരിക്കുന്നത് എടുത്തത്. കൊള്ളാം എന്തായാലും. ഓക്കെ, അവനെ വെട്ടിക്കൊല്ലാൻ പറ്റും നോക്കട്ടെ. ഓക്കെ, അവനെ വെട്ടിക്കൊന്നിട്ടുണ്ട്. വരുന്നുണ്ട്. എനിക്ക് ഇതിൽ കൂടുതലും മീല് വെച്ചിട്ടാണ് കൂടുതലും കില്ല് കിട്ടിയിട്ടുള്ളത്. കാരണം വെടി വെച്ചിട്ട് കിട്ടുന്നില്ല. കാരണം മീല് എവിടെ ഇരിക്കണം എനിക്ക് നല്ല ബോധമുണ്ട്. ഓക്കെ, പ്ലെയർ വന്നിട്ടുണ്ട്. അവനെ മീല് വെച്ചിട്ടുണ്ട് കൊന്നു. അതിനും മീല് വെച്ചിട്ടുണ്ട് കൊന്നു. വീണ്ടും വെട്ടിക്കൊന്ന്. ഓക്കെ, വേറെ ഒരുത്തരും കൂടി വരുന്നുണ്ട്. അവനെ കില്ല് കിട്ടും. അവനെയും കില്ല് എടുത്തിട്ടുണ്ട് മാഗ്നം വെച്ചിട്ട്. ഓക്കെ, സെറ്റ് 3 കില്ല് അടിച്ചിട്ടുണ്ട്. ഒരുമിച്ച് ഹാട്രിക് അടിച്ചിട്ടുണ്ട്. നമുക്ക് താഴത്ത് പോയി നോക്കാം വേറെ എനിമീസ് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ. അവിടെ കുമ്മൻ അടിക്കാൻ നോക്കുകയാണ്. ഓക്കെ, കുമ്മൻ അടിക്കാൻ പറ്റിയില്ല. അവൻ്റെ ആണെങ്കിലോ ഡബിൾ ഗണ്ണും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഗോൾഡൻ ഡെസേർട്ടുകളും അതുപോലെ തന്നെ ഊസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവൻ്റെ കയ്യിലുണ്ടായിരുന്നത്. പിന്നിൽ കൂടെ ഓൻ ചത്തിട്ടുണ്ടായാലും പിന്നിൽ കൂടെ വന്നിട്ട് വേറെ ഒരുത്തം അവനെ കുമ്മിട്ടുണ്ട്. 2 ഗ്യാസ് സ്റ്റാൻഡൊക്കെ എടുത്തിട്ട് നേരെ റഷ് ചെയ്യുകയാണ്. ഫാഗ്നേഡറിൻ്റെ മോനെ മൂട്ടി വന്ന് വീണ്. ഇപ്പം തന്നെ ചത്തേനെ. ഓക്കെ, മേലെ കയറി പോവാം. എന്തായാലും റഷ് ചെയ്യണം. വേറെ ഒന്നും ചെയ്യാറില്ല ഇതിൽ. ഹെൽത്ത് തീർക്കാറില്ല. ഓക്കെ, സെറ്റ്. ഓക്കെ, നേടിൻ്റെ അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ആ കില്ല് കിട്ടിയാണ്. ഞാൻ കില്ല് കിട്ടിയെന്ന് സാറില്ല. ഓക്കെ, വീണ്ടും അതിൻ്റെ മേലെ തന്നെ പോയി സ്പോണായിട്ടുണ്ട്. എന്തായാലും ഷോട്ട് ഗണ്ണ് കിട്ടണില്ല. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം പറ്റുള്ളത്. അമ്പൻ്റെ മുന്നിക്കാണ് കയറി ചെന്നിട്ടുള്ളത്. എന്തായാലും അവനെ കൊല്ലും തോന്നുന്നു. കാരണം ഓക്കെ, എന്നെ കൊന്നിട്ടുണ്ട്. എന്തായാലും ഡബിളാണ് ഇരിക്കുന്നത്. എന്തായാലും കൊല്ലാൻ ചാൻസ് ഉണ്ട്. അമ്പനാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. ഞാനാണെങ്കിൽ 3rd പൊസിഷനിലാണ് നിൽക്കുന്നത്. എനിക്കതിൽ ടോപ്പിലെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കസ്റ്റമൊന്നും കാണാതെ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, അവൻ സ്പാസായിട്ട് മീലി ഷോട്ട് അടിച്ച് തന്നെ കൊന്നിട്ടുണ്ട്. ഓക്കെ, പ്ലെയർ വീണ്ടും അവൻ കില്ല് വാരി കൂട്ടുകയാണ് സ്പാസായിട്ട്. എനിക്ക് സ്പാസ് കിട്ടി അത്യാവശ്യം കളിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറേ ആളായിട്ട് കളിച്ചിട്ടില്ല. അതുകൊണ്ട് ചെറിയൊരു വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ട് കളിയിൽ. ഗെയിം പ്ലേ നോക്കിയാൽ കാണാൻ സാധിക്കും. കുറേ അധികം വിഷയം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗെയിം പ്ലേ നോക്കുമ്പോൾ. ഒരു പഴയ ഒരു ആക്റ്റീവ്നെസ് കിട്ടുന്നില്ല. എന്തായാലും സ്നൈപ്പർ വന്നിട്ടുണ്ട്. സ്നൈപ്പർ എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറേ സ്നൈപ്പർ എടുക്കാൻ നോക്കി, പറ്റുന്നില്ല. എവിടെ സ്വിച്ച് ഒന്ന് ഞാൻ മറന്നുപോയി. അതിൻ്റെ ഇടയിൽ കൂടെ സാവ് വന്നിട്ട് കണ്ടോ, ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് പോവാം. ബ്ലേഡ് വന്നിട്ട് ജസ്റ്റ് മിസ്സിനൊക്കെയാണ് രക്ഷപ്പെടുന്നത് ഞാൻ. ഗ്യാസ് സ്റ്റേഡിൽ നിന്ന് എസ്കേപ്പായി. എന്തായാലും ഈ സ്പോണ് കാര്യങ്ങളൊക്കെ ആവട്ടെ. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, ശ്വാസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അത് എടുക്കാൻ പറ്റുമെന്നാണ് അറിയാത്തത്. ഓക്കെ, ഒറ്റയടിക്കാൻ ഞാൻ എടുത്തിട്ടുണ്ട് ശ്വാസ്. ഓക്കെ, പ്ലേയേഴ്സിനെ അന്വേഷിച്ച് പോവുകയാണ്. ഇങ്ങനെ പോയാൽ ഞാൻ എന്തായാലും മൂഞ്ചുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇങ്ങനെ പോയിട്ടുള്ളതൊക്കെ ഞാൻ എന്തായാലും മൂഞ്ചിട്ടേ ഉള്ളൂ. പ്ലെയർ അവിടെ നിൽക്കുന്നുണ്ട്. കുമ്മൻ അടിക്കാൻ വേണ്ടിയിട്ട് ബാക്കിലൂടെ പോയിട്ട് അടിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, അവൻ അടിച്ചിട്ടുണ്ട്. ഞാൻ മറ്റവരെ കൊന്നു വിചാരിച്ചായിരുന്നു. അവൻ അടിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ സ്പാസായിട്ടല്ലേ കൊന്നത്, മീലി വെച്ചിട്ട് കൊന്നത്. അതൊത്തിരി സ്പാസായിട്ട് മീലി ഷോട്ട് അടിക്കാൻ നോക്കിയതാണ്. മീലി വെച്ചിട്ടാണ് കൊന്നത്. എന്തായാലും കുഴപ്പമില്ല. ഒരു കില്ല് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്പാസ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇവിടുന്ന്. താഴത്തേക്ക് പോയേക്കാം. താഴത്തെ എനിമി ഉണ്ടാവും. സൂക്ഷിച്ച് പോകണം. ഈ മാപ്പിലാണെങ്കിൽ മറ്റേത് വന്ന് കിടക്കും. ഓക്കെ, എന്നെ അടിച്ചിട്ടുണ്ട് അവൻ. ഓക്കെ, അവൻ ഹെൽത്ത് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ ഗെയിമിൽ നടക്കുന്നത്? ഫുള്ള് പ്രോ പ്ലേയേഴ്സാണ് ഇറങ്ങി വരുന്നതൊക്കെ.
കുറേ കാലമായിട്ട് കളിച്ചിട്ടുമില്ല. പിന്നെ ഞാൻ ഒരുപാട് പേരെ മിനിമിൻ്റെ ക്ലാസ്സിലേക്ക് കളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കയറി കളിക്കുന്നുണ്ട് ഇപ്പം എന്തായാലും. RG ആണെങ്കിലോ കഴിഞ്ഞ കളിയിൽ നല്ല ഫോമായിരുന്നു. ഈ കളിത്തെ കാര്യം പറയട്ടെ. ഓക്കെ, അമ്പാനാണെങ്കിലോ ഓക്കെ അമ്പാനെ നമ്മളെ തല്ലി കൊന്നിട്ടുണ്ട്. ഓക്കെ, മാഗനെ വെച്ചിട്ട് കൊന്നിട്ടുണ്ട്. ഓക്കെ കാര്യം ഇനി അടുത്ത അമ്പാന് ഇപ്പോൾ സെക്കൻഡ് ആയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ കില്ലുമില്ല തേങ്ങ. ഓക്കെ, വിഷയമില്ല. വീണ്ടും സ്പോണായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, മേലൊന്നൊരു എനിമിയുണ്ട്. ഓക്കെ, അമ്പാനാണ്. അവൻ അടിച്ചിട്ട് വെട്ടിക്കൊല്ലാൻ പറ്റുമോ? ജസ്റ്റ് മിസ്സിന് അവൻ ലിറ്റാണ്. ഞാൻ ചത്തിട്ടുണ്ട് എന്തായാലും. അത് നല്ലൊരു കാര്യമാണ്. ഇനി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. ഞാൻ എന്തായാലും ന്യൂബായിട്ടുണ്ട്. എന്തായാലും കളിയിൽ മൊത്തത്തിൽ ന്യൂബായിട്ടുണ്ട്. ഇനി ഒന്നും കൂടി കളിച്ച് വരേണ്ടി വരും. ഓക്കെ, അതിനടിച്ചിട്ടുണ്ട്. വിഷയമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഹെൽത്ത് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അമ്മ വരുന്നുണ്ട്. ഓക്കെ, അവൻ പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മനെ അടിച്ചിട്ട് ജസ്റ്റ് മിസ്സിനാണ് അവൻ എന്നെ കൊന്നത്. സാറില്ല, അടുത്ത വർഷം നോക്കാം. വീണ്ടും സ്പോണായിട്ടുണ്ട്. എന്തായാലും ഫുള്ള് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എല്ലാത്തും കൊണ്ട്. എന്തായാലും വീണ്ടും ഞാൻ സ്പോണായിട്ടുണ്ട്. ഇനി വീണ്ടും കളി എന്താവും എന്നൊരു പിടുത്തമില്ല. വീണ്ടും വന്നിട്ട് ഓക്കെ അവനെ കൊന്ന് ഞാൻ ചത്ത്. ഞാൻ ന്യൂസ് കൊന്ന് അവന് AK-47 കൊന്നു. സ്വാഭാവികം. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കാം. വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വീണ്ടും വന്നിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി സീനാണ്. മേലെ പോയിട്ട് അടിക്കാൻ നോക്കാം. ഓക്കെ, അമ്പാനാണ് മേലെ ഉള്ളത്. അവൻ അടിക്കില്ല, കിട്ടാൻ ചാൻസ് കുറവാണ്. ഞാൻ മീല് വെച്ചിട്ട് ഭയങ്കര ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ടീസ് അങ്ങനെ വെച്ചിട്ട് നമ്മൾ അവനെ അടിച്ചിട്ടുണ്ട്. സോ വീണ്ടും അവനെ അടിച്ചിട്ടുണ്ട്. ഇനിയും നമ്മളെ എത്രാം സ്ഥാനത്താണ് എടുക്കുന്നത് കണ്ടായി. ഇത്ര 5ാം സ്ഥാനത്ത് 6ാം സ്ഥാനത്തായിട്ടാണ് എടുക്കുന്നത്. ഇനി എന്തായാലും അവിടെ നിന്ന് കളിച്ച് വീണ്ടും മുകളിലെത്തണം. അത് കുറച്ച് പാടുള്ള കാര്യമാണ്. എന്തായാലും ഊസിയാണ് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത്. നേരെ താഴത്തേക്ക് ഇറങ്ങി നോക്കാം. അവിടെ എനിമി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അമ്പാനാണ്. പ്രോക്സി രക്ഷപ്പെടും. ആക്റ്റീവ് ആവണ ഒരു 2 സെക്കൻഡ് ഉണ്ട്. ആ സെക്കൻഡ് കൊണ്ട് രക്ഷപ്പെടായിരുന്നു. പക്ഷെ ഞാനവിടെ ന്യൂബത്രയും കാട്ടി. ഞാൻ അവിടെ നിന്ന് കളിച്ച് അവനെ അടിക്കാൻ പറ്റുമോ വിചാരിച്ച് നിന്ന് കളിച്ച്. ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ ചത്ത്. വീണ്ടും ഫ്ലെയിം ത്രോവർ കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം ത്രോ ആയിട്ട് എടുക്കാൻ പറ്റണില്ല. കാണാനില്ല, കസ്റ്റമൊന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും എടുക്കാൻ പറ്റണില്ല. അവൻ വന്ന് ഓക്കെ ഞാൻ സൂസൈഡ് ആവുക ചെയ്ത്. ഓക്കെ, ഞാൻ ചത്ത എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത്യാവശ്യം റേഞ്ചിലായിരുന്നു ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് അവനെ ഫ്ലെയിം ത്രോവറായിട്ട് കൊന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കാം. താഴത്തേക്ക് പോയേക്കാം. താഴത്തേക്ക് അവൻ വീണ്ടും ഫ്ലെയിം ത്രോവറായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. വീണ്ടും എന്നെ കൊല്ലാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എല്ലാ അവനെ ഞാൻ കൊന്നിട്ടുണ്ട്. ഇനി മറ്റേ ബ്ലേഡ് ആ ബ്ലേഡിനെ മറ്റേ സാധനം എടുക്കാം. ഓക്കെ, എൻ്റെ പേരൊക്കെ അറിയില്ല. ഓക്കെ, അപ്പുറത്തെ ഒരുത്തെ ഫാമിലിയുടെ വെച്ച് കമ്മിറ്റഡ് സൂസൈഡ് ആയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. സോ താഴത്തേക്ക് പോയേക്കാം. താഴത്തെ എനിമീസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികമാണ്. ഓക്കെ, ഒരു നൂബി വന്നിട്ട് എന്നെ അടിച്ചിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കാരണം ഒന്നാമത് ഞാനൊരു കസ്റ്റമറിനത് കളിക്കുന്നത് കുറേ കാലത്തിന് ശേഷം കളിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു വിഷയമുണ്ട്. ഓക്കെ, നോക്കട്ടെ. വരട്ടെ. ഓക്കെ, കോമ്പാറ്റ് ഇവരെല്ലാം ആദ്യം നമ്മൾ നെറ്റിലത് അടിച്ചിട്ട് എന്തെങ്കിലും പകരം വിട്ടു. ഓക്കെ, ഹെഡ് എന്നെ കൊല്ലാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സ്നൈപ്പ് ചെയ്തിട്ട്. ഓക്കെ, എന്തപ്പം ഉണ്ടായേ പെട്ടെന്നായിരുന്നല്ലോ. ഓക്കെ, അവനെ കൊന്നിട്ടുണ്ട്. എന്തായാലും മറ്റവനെ സൈപ്പറായിട്ട് കൊന്നിട്ടുണ്ട്. അത് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓക്കെ ഡബിളാക്കി എടുക്കാം. ഓക്കെ, ഗണ്ണ് എടുക്കാൻ പറ്റണില്ല. അപ്പോഴത്തേനും ഗണ്ണ് പോവുകയും ചെയ്ത്. അതിൽ താഴെ മാഗ്നെ വെച്ചിട്ട് കുത്തിപ്പിടിച്ച് കളി എടുക്കാൻ പറ്റും നോക്കട്ടെ. ഗ്യാസ് സ്റ്റേഡിൻ്റെ മേലെ കൂടെ മില്ലിയൊക്കെ വെച്ചിട്ട് കയറി അവനെ അവിടെ കൊന്ന്. കമ്മിറ്റഡ് സൂസൈഡായി. അവനെ കമ്മിറ്റഡ് സൂസൈഡാക്കി. അല്ല, അവനെ കില്ല് കിട്ടി. ഓക്കെ ഇപ്പം ഇങ്ങനെ പ്രോക്സിനായിട്ട് കില്ല് കിട്ടി ആയിക്കോ ഓർമ്മയില്ല. ഞാൻ നേരത്തെ പ്രോക്സിനായിട്ട് എറിഞ്ഞു പോകുന്നത്. സോ കളി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ഗ്രോസ്. ഓക്കെ, സൈനിങ് ഔട്ട്.